അപ്പോൾ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റേ ഇവിടെയാണ്, ദ ഗരുഡ. അപ്പം ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ഇനി 2 ദിവസം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത ഷോ എന്ന് പറയണത്. അപ്പം അത്യാവശ്യം ക്രൗഡും ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടല്ലേ. ബാക്കി റൂമിൽ പോയിട്ട് പറയാം. ലിഫ്റ്റ് വന്നു, 9th ഫ്ലോറിലെ റൂം. യെസ്, നമ്മുടെ 9th ഫ്ലോറാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇനി 2 ദിവസം എവിടെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് മറ്റന്നാളാണ് ഇനി ഷോ ഉള്ളത്. അപ്പം 2 ദിവസം സ്വസ്ഥം. എന്നാലും അപ്പം സമയം കിട്ടണോണ്ട് തന്നെ റൂമിനുള്ളിൽ പോയിട്ട് എന്തൊക്കെയാണെന്ന് വീഡിയോസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പം വെൽക്കം ടു ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പം ഇനി റൂമും കാര്യങ്ങളൊക്കെ നോക്കാം. എന്നിട്ട് അവിടെ പോയിട്ട് ബാക്കി പരിപാടികൾ സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം. പിന്നെ കുറേ ഫോൺ ചെയ്യാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കണ്ടന്റുകൾ ആലോചിക്കണം. എനിക്കിപ്പോൾ ഒരു കുട്ടി ഡയറിയൊക്കെ ഉണ്ട് ഈ കണ്ടന്റുകൾ എഴുതാൻ വേണ്ടിയിട്ട്. 9th ഫ്ലോർ എത്തി. 902 റൂം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഏറ്റവും നല്ല വ്യൂ ഉള്ള റൂമാന്നൊക്കെയാ പറഞ്ഞു കേട്ടോ. നോക്കാം. നൈസ്. റോഡൊക്കെ കംപ്ലീറ്റ് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് വെളിച്ചം വന്നോട്ടെ അല്ലേ. അപ്പം ഇനി സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കട്ടെ കേട്ടോ. ഇന്ന് എനിക്കൊരു ഷോ ഒക്കെ ഉണ്ടായിരുന്നു. ഷോ ഒക്കെ കഴിഞ്ഞ് ഞാൻ വന്നിരിക്കുകയാണ്. ഇന്ന് ആക്ച്വലി ഭയങ്കര സിമ്പിൾ ലുക്കിലാണല്ലേ ഞാൻ. ഈ ലുക്ക് ഇഷ്ടപ്പെട്ടോ? ലുക്കിനെ പറ്റിയിട്ടൊക്കെ പറയാം. അതിന് മുമ്പ് എന്താ പറയുക, എന്തോ ഷോ ഒക്കെ കഴിഞ്ഞ് വന്നായിരുന്നു. കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. ഇനി ഇന്നത്തെ 2 ദിവസം എങ്ങനെ കണ്ടന്റുകൾ എന്തൊക്കെ വ്യത്യസ്തമാക്കാം അങ്ങനെയൊക്കെ. കാരണം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കാരണം ഇനി മറ്റന്നാളാണ് നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ 2 ദിവസം റൂമിൽ തന്നെയാണ്. പിന്നെ ഈ ലുക്കിൻ്റെ കാര്യം, ആക്ച്വലി ഞാൻ ഇന്ന് പ്രോഗ്രാമിന് ഈ കോസ്റ്റ്യൂം ഒന്നും അല്ലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. എടാപ്പിടി കുടിയെന്ന്. ഇത് ഞാൻ സ്റ്റാർ മാജിക്കിൽ ഒരിക്കലും ഈ ഒരു കൊളോക്കിൽ നിങ്ങളുടെ വീട്ടിൽ പറയൂ എടാപ്പിടി കുടിയെന്ന്. പെട്ടെന്നാണ് അത് ഞൊടിയിടയിൽ എന്നൊക്കെ പറയില്ലേ, കോസ്റ്റ്യൂം ആക്ച്വലി മാറ്റിയത്. ഇന്ന് കാലത്ത് ഈ പ്രോഗ്രാമിന് ഇറങ്ങാൻ നിൽക്കുന്ന സമയമാണ് ഒരു കൊറിയർ വരണേ. അപ്പം ആ കൊറിയർ ഉണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. എടുത്തു വെച്ച കോസ്റ്റ്യൂം മാറ്റിയിട്ട് ഇതിട്ടു. ഭയങ്കര സിമ്പിൾ ലുക്കാണ്. സിമ്പിൾ കം നല്ല ക്ലാസ് ലുക്കല്ലേ. ഞാൻ മാത്രം പറഞ്ഞാൽ മതിയോ? ഇതിൻ്റെ പിന്നിലൊരു വലിയ കഥയുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഞാൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അടുക്കി പറക്കട്ടെ. എന്നിട്ട് പിന്നെ ഞാനൊരു എന്താ പറയുക, ഒരു ടീയോ കോഫിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുടിച്ചതിന് ശേഷം ബാക്കി എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. ആ കൊറിയറിൽ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞാനൊന്ന് ഫ്രഷപ്പ് ആയിട്ട് വരാം. എന്തെങ്കിലും ഒരു കോഫി കുടിച്ചിട്ട് വരാം. ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പോവാട്ടോ. ഒറ്റയ്ക്ക് ഉണ്ടാക്കിയോണ്ടാന്ന് തോന്നുന്നുണ്ട് കഴിച്ചു കൊള്ളൂല്ലേ. അമ്മയുടെ വിലയൊക്കെ ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാവണേ. പിന്നെ ഉണ്ടാക്കിയതല്ലേ കുടിച്ചല്ലേ പറ്റൂ. അപ്പം ഇന്നിങ്ങനെ കുറേ എൻ്റെ വിശേഷങ്ങൾ, എൻ്റെ ഫ്രീ ടൈം ഞാൻ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യണേ എന്നൊക്കെ കാണിച്ചു തരാം. അതിൻ്റെ ഇടയിലേ എന്താ പറയുക, യൂഷ്വലി എല്ലാവരും ചോദിക്കാറുള്ള കാര്യമുണ്ട്, ഞാൻ ഡ്രസ്സ് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യണേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ, ഏത് പാറ്റേണാണ് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ. ഇന്ന് കുറച്ച് ഡ്രസ്സ് വിശേഷങ്ങളാണെങ്കിലോ. അതായത് ആക്ച്വലി കോവിഡ് സമയം വന്നതിന് ശേഷം ഷോപ്പിൽ പോയിട്ട് ആക്ച്വലി പർച്ചേസ് ചെയ്യണ കാര്യം ഞാൻ നിർത്തി. കാരണം എനിക്കൊരു ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. കാരണം ചില ബ്രാൻഡിൽ എൻ്റെ മീഡിയം ആയിരിക്കും, ചില ബ്രാൻഡിൽ എൻ്റെ ലാർജ് ആയിരിക്കും. അപ്പം വെറുതെ കണ്ണടച്ച് പോയി ചിലരുണ്ട്, അവർക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും അവർക്ക് പാകാവുന്നത്. പക്ഷെ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല. അപ്പം ട്രയൽ ഇല്ലാത്ത കാരണം അങ്ങനത്തെ എന്താ പറയുക പർച്ചേസിങ് ഞാൻ നിർത്തി. പക്ഷെ ഞാൻ ഓൺലൈനിൽ കൂടെ പർച്ചേസ് ചെയ്ത് തുടങ്ങി. കാരണം എന്തൊരു ഓഫേഴ്സാണെന്നറിയോ. ആക്ച്വലി ഇപ്പം മിന്ത്രയൊക്കെ 70-80% ഓഫാണ് കൊടുക്കണേ. പക്ഷേ ഈ ഓഫ് കൂടാണ്ട് എക്സ്ട്രാ ക്യാഷ് ബാക്കിൽ കൂടെ ഞാൻ കുറേ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഇതെന്ന് പറഞ്ഞാൽ. ഈ കോസ്റ്റ്യൂം കണ്ടപ്പോൾ കാലത്ത് എന്താ പറയുക, എൻ്റെ പ്ലാൻ മൊത്തത്തിൽ മാറ്റിയിട്ടാണ് ഇതെടുത്തിട്ട്. ഈ ഒരു പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടമായോ? അതായത് വെറും ഒരു ഓറഞ്ച് ബട്ടൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് കേട്ടോ ഞാനിത് പർച്ചേസ് ചെയ്തത്. അതും എക്സ്ട്രാ ക്യാഷ് ബാക്കിൽ കൂടെ. ഇപ്പം ഫ്ലിപ്കാർട്ട്, മിന്ത്ര അതിലൊക്കെ കുറേ ഓഫേഴ്സ് ഉണ്ട്. പക്ഷേ ഈ ഓറഞ്ച് ബട്ടൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാഷ് കറോ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഈ ക്യാഷ് കറോ കൂടെ നിങ്ങൾ ഫ്ലിപ്കാർട്ടോ അല്ലെങ്കിൽ മിന്ത്രയോ അങ്ങനെ 1500+ സൈറ്റ്സ് അവർക്കുണ്ട്. ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പം അവർ തരുന്ന ഓഫർ കൂടാണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ക്യാഷ് ബാക്കും കൂടെ ക്യാഷ് കറോയിൽ കൂടെ കിട്ടും. ഇനി സംഗതി എന്താണെന്ന് പറഞ്ഞാൽ, അതായത് പർച്ചേസിന് ഐദർ നിങ്ങൾക്കത് കൂപ്പൺ കോഡാക്കിയിട്ട് മാറ്റാം, അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് ആയിട്ട് നിങ്ങളുടെ ബാങ്ക് ട്രാൻസ്ഫറിലേക്ക് വരുത്താം. ഇതാണ് ഫസ്റ്റ്
സെറ്റ് ഇങ്ങനത്തെ ഒരു 5-6 ഞാൻ പർച്ചേസ് ചെയ്തു. അതായത് പാറ്റേൺ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര റിച്ച് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ആർട്ട് സിൽക്കാ. റേറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കാരണം എനിക്ക് ഓഫറിൽ കിട്ടിയിട്ടുള്ള റേറ്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. കണ്ടോ, സി ഇതാണ് ഇതിൻ്റെ ഒരു ക്ലാസി പാറ്റേൺ എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഫിറ്റിംഗ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതാ കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ, നല്ല റിച്ച് ആയിട്ടുള്ള മെറ്റീരിയലാണ്, നല്ല സ്റ്റഫാണിത്. സ്ട്രെയിറ്റ് കട്ട് മെറ്റീരിയലാണ്. പൊതുവേ കുറച്ച് തടിയുള്ളവർക്ക് സ്ട്രെയിറ്റ് കട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി നല്ല ലീൻ ലുക്ക് തോന്നും. ഇഷ്ടമായോ? എനിക്ക് കളറൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. വിഷ്വലി ഭയങ്കര ഭംഗിയാണ്. പക്ഷേ ക്യാഷ് കറോ കൂടെ തന്നെ നിങ്ങൾ എടുക്കണം കേട്ടോ. എന്നാലും ഞാൻ വാങ്ങിയ ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതെല്ലാം പർച്ചേസ് ഇവിടെ നിർത്തിയിട്ടില്ല. ആദ്യത്തെ ഒരു കുർത്ത കാണിച്ചു തന്നില്ലേ, ഇന്ന് ഫുൾ ഒരു കുർത്തി ഹോളാണ് ഞാൻ കാണിക്കാൻ പോണേ. ക്യാഷ് കറോ ആപ്പിൽ കൂടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് ക്യാഷ് കറോ ആപ്പിൽ നിന്ന് മിന്ത്രയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തതാണ് അടുത്ത കുർത്തി. ഇത് കോട്ടൺ കുർത്തിയാണ്. ഇടാൻ ഭയങ്കര സുഖമാണ്. സ്ട്രെയിറ്റ് കട്ടാണ്, ഫ്ലോറൽ പ്രിന്റ് ആണ്. ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡ് അല്ലേ ഈ ഫ്ലോറൽ പ്രിന്റ് എന്ന് പറയുന്നത്. റേറ്റ് വീണ്ടും ഞാൻ അത് ഇവിടെ കാണിച്ചു തരാം. ആൻഡ് എനിക്ക് കിട്ടിയിട്ടുള്ള റേറ്റ് എത്രയാണെന്നുള്ളത് എന്താ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ, ഞെട്ടിയില്ലേ? അതാണ് പറയണേ. അതായത് ക്യാഷ് കറോയിൽ കൂടെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സൈറ്റ്സ് ഉണ്ട് ക്യാഷ് കറോയിലൂടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ട് എക്സ്ട്രാ ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഇനി നിങ്ങൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. അതിന് മുമ്പ് ഇതെങ്ങനെയുണ്ട്? എനിക്ക് ഈ ഒരു സ്റ്റഫും അതുപോലെ തന്നെ ഈ ഒരു ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ലീവൊക്കെ ഭയങ്കര ഇഷ്ടമായി. എസ്പെഷ്യലി ഫ്ലോറൽ പാറ്റേണും പിന്നെ എന്താ പറയുക, ഈ ഒരു ട്രെൻഡിങ് ഷെയ്ഡാണ് ഇപ്പോഴത്തെ ഒരു പേസ്റ്റൽ ഗ്രീൻ എന്നൊക്കെ പറയണേ. ഇഷ്ടപ്പെട്ടില്ല? ഈ ഷെയ്ഡ് ഫേസിന് ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾക്കും ഇത് കണ്ടിട്ട് പർച്ചേസ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സംഗതി ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫസ്റ്റ് ലിങ്ക് ഇടാം. ഈ ഫസ്റ്റ് ലിങ്ക് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ക്യാഷ് കറോ ആപ്പിലേക്കായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. ഈ ആപ്പ് ഇപ്പോൾ ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും ഉണ്ട്. അതിനുശേഷം നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സൈൻ ഇൻ ചെയ്യാനായിട്ട് Lakshmi25 എന്നുള്ള കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 25 റുപ്പീസിൻ്റെ ബോണസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇൻസ്റ്റൻറ്റ് ബോണസ് Lakshmi25 കേട്ടോ. അതില്ലെങ്കിൽ 25 കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ 25ൻ്റെ ബോണസ് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് ഏറ്റവും ആദ്യം കിട്ടുന്നു. അതിനുശേഷം ബാക്കി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇനി എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ള സംഗതി ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ലിങ്കിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താ പറയുക ഒരുപാട് സൈറ്റ്സ് വരുന്നുണ്ടായിരിക്കും. 1500+ സൈറ്റ്സ് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും. ലൈക്ക് മിന്ത്ര, ഫ്ലിപ്കാർട്ട്, അങ്ങനെ കുറേ സൈറ്റ്സ് വരുന്നുണ്ടായിരിക്കും. ഈ സൈറ്റ്സിൽ ഏത് സൈറ്റാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് അത് പ്രിഫർ ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഇത് കഴിയുമ്പോൾ ഓറഞ്ച് ബട്ടൺ വരും. ഈ ഓറഞ്ച് ബട്ടണാണ് നമ്മൾ ക്യാഷ് കറോനെ ഡിനോട്ട് ചെയ്യണത്. ഈ ഓറഞ്ച് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സാധാരണ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് പോലെ ഇപ്പം മിന്ത്രയിലാണ് കയറിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആഡ് ടു കാർട്ട് കൊടുത്താൽ മതി. ഏതൊക്കെയാണോ വേണ്ടത് അതെല്ലാം കാർട്ടിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുക, എന്നിട്ട് പർച്ചേസ് ചെയ്യുക. ആൻഡ് അത് മാത്രമല്ല, നമുക്ക് എത്രത്തോളം എന്താ പറയുക ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട് എന്നറിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവിടെ മൈ ഏർണിങ്സ് എന്ന് പറഞ്ഞ ഒരു ഇത് കണ്ടോ, മൈ ഏർണിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതാണ് എൻ്റെ രണ്ടാമത്തെ കുർത്തി. പിന്നെ നമ്മുടെ ക്യാഷ് കറോ ആപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ആപ്പിലൂടെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇപ്പോൾ മിന്ത്രയിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിക്കൂ, ആപ്പ് ത്രൂ നമുക്ക് 5% ആയിരിക്കും ക്യാഷ് ബാക്ക് കിട്ടണേ മിന്ത്രയുടെ കാര്യം. ഇനിയിപ്പം നമ്മൾ 2000+ റുപ്പീസിനാണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ക്യാഷ് ബാക്ക് വേറെ കിട്ടും കേട്ടോ. ഇനി അത് കൂടാണ്ട് അജിയോ എന്നാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് 10% ക്യാഷ് ബാക്ക് ആയിരിക്കും കിട്ടുന്നുള്ളേ. മറക്കണ്ട കേട്ടോ. സോ ഹൗസ് ദിസ്? ഇഷ്ടപ്പെട്ടോ? ഏത് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി എന്ന് പറഞ്ഞേ. തീർന്നിട്ടില്ല, ഇനി അടുത്തിട്ടിട്ട് വരട്ടെ. യെസ്, ഇതാണ് ഞാൻ പർച്ചേസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെടുത്ത് കേട്ടോ. അതായത് ഈ ഒരു ക്വാളിറ്റിയും അതിൻ്റെ റേറ്റും കണ്ടപ്പോൾ സത്യത്തിൽ ഞാനിങ്ങനെ ഞെട്ടിയിരിക്കുക. അതായത് ആക്ച്വലി മിന്ത്ര തരുന്നത് കൂടാണ്ടുള്ള ക്യാഷ് ബാക്ക് ആണല്ലോ ക്യാഷ് കറോ തരണേ. ഇത് ഒരു A-ലൈനാണ്. ഇത് എന്താ നോട്ട് ഇടുന്നത് തന്നെ, ഇത് ടൈ ചെയ്യുന്നത് തന്നെ ഭയങ്കര രസമായിട്ടുള്ള രീതിയിൽ. ആദ്യം ഇങ്ങോട്ടെടുത്ത് ഉള്ളിലൊരു നോട്ടിട്ട് അതിനുശേഷം ഇത് റാപ്പ് റൗണ്ട് പോലെ ഇങ്ങനെ സൈഡിലേക്ക് നമ്മൾ നോട്ടിടും. ഭയങ്കര ഒരു നോർത്തി ഫീലാണ് അല്ലേ. ഇതാണ് കലംകാരിയാണ്, ഹാൻഡ് ബ്ലോക്ക്ഡ് ആയിട്ടുള്ള പ്രിൻ്റാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ്
ലൈൻ ആയിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ. ഭയങ്കര രസമായിട്ടുണ്ട് കണ്ടോ. ഈ കലംകാരി എന്ന് പറയുന്നത് എന്നും എന്നും ട്രെൻഡാണ്. ഭയങ്കര ക്ലാസി ലുക്കാണ്. വേണമെങ്കിൽ പൊട്ടിൻ്റെ വലുപ്പം കുറച്ചും കൂടെ വലുതാക്കാം. ഞാൻ എന്താ ഇങ്ങനെ ഒരു എന്താ പറയുക ജർമ്മൻ സിൽവർ ഒരു വളയും അതുപോലെ തന്നെ ഒരു റിങ് ഇട്ടിട്ടാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടെയാണ് ഓപ്പണിങ്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പണിങ് വരിക. റാപ്പ് റൗണ്ട് പോലെ നമ്മളിവിടെ ഇങ്ങനെ നോട്ട് ഇടുക. ആദ്യം ഉള്ളിലൊരു നോട്ട് ഇട്ടു ആൻഡ് ഇങ്ങനെ. കൊള്ളാം അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. കാഷ്കറോ ആപ്പിലൂടെ ലാസ്റ്റായിട്ട് പർച്ചേസ് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു വെൽ പാൻറ്റും അതുപോലെ തന്നെ നല്ല ക്ലാസി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയൊക്കെ ഉള്ള ഒരു ഫുൾ സെറ്റാണ് കേട്ടോ. ഇത് ഭയങ്കര ക്ലാസി ആൻഡ് എലഗൻ ലുക്ക് ഇല്ലേ. ഇത് ആക്ച്വലി തന്നിട്ടുള്ള MRPയിൽ നിന്നും എനിക്ക് എത്ര കുറച്ചാൽ കിട്ടിയിട്ടില്ലെന്ന് മനസ്സിലായില്ലേ. ദാറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് കാഷ്കറോ. അപ്പം ഞാൻ വാങ്ങിയിട്ടുള്ള ഇതേ ഡ്രസ്സുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ആദ്യം തന്നെ കാഷ്കറോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള അതേ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വാങ്ങിയ അതേ റേറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം മറക്കണ്ട. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് മിനിമം 250 റുപ്പീസ് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐദർ അത് ബാങ്ക് അക്കൗണ്ട് ത്രൂ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അത് കൂപ്പൺ കോഡാക്കി മാറ്റിയിട്ട് അടുത്ത പർച്ചേസിന് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ. ലക്ഷ്മി 25 ആണ് നമ്മുടെ കൂപ്പൺ കോഡ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളൂ. ഹാപ്പി ഷോപ്പിംഗ്. പിന്നുണ്ടല്ലോ കാഷ്കറോയിൽ കൂടെ നമുക്ക് ഡ്രസ് മെറ്റീരിയൽസ് മാത്രമല്ല പർച്ചേസ് ചെയ്യാൻ പറ്റുക. ഇലക്ട്രോണിക്സ് ഐറ്റംസ്, കിച്ചൺ ആക്സസറീസ്, പിന്നെ എന്തൊക്കെയാ, പിന്നെ കോസ്മെറ്റിക്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രേ പറയാനുള്ളൂ. അതിപ്പം എന്ത് ഫെസ്റ്റീവ് സീസൺ, ഇപ്പം മിന്ത്ര ആവട്ടെ ഫ്ലിപ്കാർട്ട് ആവട്ടെ എന്തെങ്കിലും ഡിസ്കൗണ്ട് സെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റീവ് ഓഫേഴ്സ് ഒക്കെ തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയാണ് കാഷ്കറോ എക്സ്ട്രാ ക്യാഷ് ബാക്ക് തരണേ. അതിപ്പോൾ ഇത്തരത്തിലുള്ള ഓഫേഴ്സ് ഇത്തരത്തിലുള്ള സൈറ്റ്സ് തരുന്നില്ലെങ്കിലും ഈ ക്യാഷ് ബാക്ക് അത് കാഷ്കറോ എന്തായാലും തന്നിരിക്കും കേട്ടോ. സോ ഹാപ്പി ഷോപ്പിംഗ് വിത്ത് കാഷ്കറോ. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ലിങ്ക് സഹിതം. അപ്പോൾ എൻ്റെ സെലക്ഷൻ എങ്ങനെയുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്ത് ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ വേണേ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.